ലോകകപ്പിനോടനുബന്ധിച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ച് പാലക്കാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന ബ്രസീൽ ആരാധകരുടെ സൗഹൃദ മത്സരമാണ് നടന്നത്. കടുത്ത അർജന്റീനൻ ആരാധകനായ ഷാഫി പറമ്പിൽ എംപിയും ബൂട്ടണിഞ്ഞ് കളത്തിലിറങ്ങിയത് മത്സരത്തിന് ആവേശം നിറച്ചു. ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി ഷാഫി പറമ്പിൽ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. പാലക്കാട്ടെ ഫുട്ബോൾ ആവേശം വലിയ ഒരു ആവേശ കൊടിമുടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ തന്നെയാണ് പാലക്കാട് മുൻ MLA കൂടിയായിട്ടുള്ള വടകരയിലെ MP ഷാഫി പറമ്പിൽ പാലക്കാട്ട് ലോകകപ്പ് ഫുട്ബോളിന് ആവേശം പകർന്നുകൊണ്ട് എത്തിയിട്ടുള്ളത്. അർജന്റീന തന്നെയാണല്ലേ? അർജന്റീന തന്നെയാണ്. എന്നും അന്നും ഇന്നും നാളെയും എന്നും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും കപ്പടിക്കും അല്ലാതെ ആഗ്രഹമുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കളി കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, പ്രഷറായിരുന്നു. നിരന്തരം തോറ്റുകൊണ്ടിരുന്നിട്ട് എല്ലാവരും കൂടെ കളിയാക്കി ഓരോ വേൾഡ് കപ്പ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ പരിഹസിച്ച് കളർ TV വന്ന ശേഷം കപ്പടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പൂർത്തീകരണം 22-ൽ കിട്ടി. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് കളിക്കുന്നതും കളി കാണുന്നതും അർജന്റീന ആരാധകരുമായിരിക്കും. ബ്രസീൽ ഫാൻസുകാർക്ക് പറയുന്ന ഇത്തവണ അവർ തിരിച്ചു പിടിക്കുന്നത് കുഴപ്പമില്ല, അവർ പറഞ്ഞോട്ടെ. അത് ചെയ്യും. ഞങ്ങൾക്ക് അർജന്റീനക്ക് പുറത്ത് ഇഷ്ടം നെയ്മറോടുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോടൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ടീമും ഇത്തവണ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ശക്തരായിട്ടുള്ള ടീമുകളാണ് എല്ലാവരും. ആരെയും റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. താങ്കളുടെ പ്രസ്ഥാനത്തിലടക്കം വിവിധ ഫാൻസുകാരുണ്ട്. അത് രസമാണല്ലോ ഇതിൻ്റെ. പലതരത്തിൽ ഇപ്പോൾ ശക്തരായിട്ടുള്ള ബ്രസീൽ ആരാധകരുണ്ട്, പോർച്ചുഗൽ ആരാധകരുണ്ട്, അർജന്റീന ആരാധകരുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ കളി കാണാൻ അവസരം കിട്ടി. ആ കളിയുടെ പകുതി വെച്ചിട്ട് ഞങ്ങളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അർജന്റീന ജേഴ്സിയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പക്ഷേ ആ കളി സൗദി അറേബ്യയോട് തോറ്റു. പിന്നെ അടുത്ത കളിയൊക്കെ കണ്ട് ജയിക്കുകയൊക്കെ ചെയ്തെങ്കിൽ ആ കളി തോറ്റപ്പം അതിനകത്ത് ബൽറാം ട്രോളി ചുമ്മാതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കും. രാഷ്ട്രീയ എതിരാളികളൊക്കെ അർജന്റീന ഫാൻസ് ഉണ്ട്. ഇതിലെ എല്ലാ രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ. ഞാനിപ്പം ഈ മെക്സിക്കോ കളി സൗദി അറേബ്യ കഴിഞ്ഞിട്ടുള്ള കളി മെക്സിക്കോ ആയിരുന്നു. അപ്പോൾ അത് കാണാനൊരു അവസരം കിട്ടിയപ്പം ആ സ്റ്റേഡിയത്തിൽ എനിക്ക് ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടെന്ന് എത്താൻ വൈകി. അപ്പോൾ ആ ഗോൾ മൊമെൻ്റ് തൊട്ട് മുമ്പാണ് എത്തുന്നത്. അപ്പോൾ ഇപ്പം സ്റ്റേഡിയം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരൻ ഇങ്ങനെ വന്ന് ഈ ആവേശത്തിൽ പെട്ടെന്ന് മുമ്പിൽ കണ്ടത് എന്നെ എടുത്ത് അങ്ങ് പൊക്കി അങ്ങ് അയാൾ ഏത് രാജ്യക്കാരനാണോ, ഏത് ജാതിയാണോ, ഏത് മതമാണോ, പേരെന്താ ഒന്നും അറിഞ്ഞൂടാ. ആ ഒരു മൊമെന്റിൽ ഉണ്ടായതാണ്. അപ്പം എല്ലാ അതിരുകളും ലയിപ്പിക്കുന്ന ഒന്നാണ് ഫുട്ബോൾ. ലോകം ഈ ഫുട്ബോളിനോളം വളരെയും ഫുട്ബോളിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന ഇതാണ്. അപ്പം രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനൊക്കെ എതിരായിട്ട് പിന്നെ ഒരു മെസ്സേജും കൂടി ഇല്ലേ നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കളിക്കുന്ന വേൾഡ് കപ്പ് ഒന്നുമല്ല, എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൻ പുറത്ത് ആവേശം അതൊരു ലഹരിയാണ്. അപ്പോൾ ഇവിടെ ഈ ഡ്രഗ്സിൻ്റെയും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയൊക്കെ മദ്യത്തിൻ്റെയൊക്കെ പുറകെ പോകുന്ന നമ്മുടെ യുവാക്കൾക്കുള്ള ഒരു മെസ്സേജാണ്. ഇതാണ് ലഹരി. പോസിറ്റീവ് അഡിക്ഷൻസ് ആണ് ലൈഫിൽ വേണ്ടത്. നമ്മുടെ ആരോഗ്യം, സമാധാനവും ജീവിതവും നശിപ്പിക്കുന്ന ലഹരികളല്ല, ഈ പറയുന്ന ലൈഫിന് കരുത്താകുന്ന ലഹരികൾ. ഫുട്ബോൾ പോലെ അതൊരു മെസ്സേജും വേൾഡ് കപ്പ് നമ്മുടെ നാട്ടിൽ നല്ല ശക്തമായിട്ട് ഉയർത്തുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തവണ കളി കാണാൻ പോകണ്ടോ? അമേരിക്കയല്ലേ, ഇച്ചിരി ദൂരെയാ. ആഗ്രഹമുണ്ട്, ആഗ്രഹം ഇല്ലാതിരിക്കില്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം, വാർ സിറ്റുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം നമുക്ക് സ്ക്രീനിലോ TV-ലൊക്കെ കണ്ട് തൃപ്തി അടയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അർജന്റീന എന്തായാലും കപ്പടിക്കട്ടെ. അടിക്കട്ടെ. ക്യാമറമാൻ രമേശ് രാമനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്. ഓക്കെ.